തിരുവനന്തപുരത്ത് നിന്നും 13 വയസ്സുകാരിയെ കാണാതായിട്ട് 24 മണിക്കൂർ പിന്നിട്ടു. കുട്ടിയെ കന്യാകുമാരിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കുട്ടിയെ രാവിലെ 5:30 കണ്ടതായി ബീച്ച് റോഡിന് സമീപമുള്ള ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. കുട്ടിയെ കണ്ടെത്താനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ കന്യാകുമാരിയിലേക്ക് അയച്ചു. അതേസമയം കുട്ടിയുടെ അച്ഛൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലെത്തുന്ന ട്രെയിനുകളിലും പരിശോധന നടത്തും. തിരുവനന്തപുരം സിറ്റി പോലീസ് ചെന്നൈ പോലീസിന് കുട്ടിയുടെ വിശദാംശങ്ങൾ കൈമാറി. അസം സ്വദേശിയായ തസ്മീത് തംസം എന്ന പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. വിശദാംശങ്ങളുമായി കഴക്കൂട്ടത്തെ കുട്ടിയുടെ വീട്ടിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത്, രശ്മി കാർത്തിക, രാജീവ് കന്യാകുമാരിയിൽ നിന്നും ടിൻഡുദാസ് എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കഴക്കൂട്ടത്തെ വസതിയിലെത്തുകയും ഈ സഹോദരനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, വിവരങ്ങൾ ഈ മാതാപിതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോഴും പോലീസ് കരുതുന്നത് കുട്ടി കന്യാകുമാരിയിൽ നിന്നും ഒരുപക്ഷെ ചെന്നൈയിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുണ്ടാകാം, സഹോദരനെ തേടിയായിരുന്നു ഈ യാത്ര എന്ന നിഗമനത്തിൽ തന്നെയാണ് പ്രാഥമികമായി പോലീസ് എത്തിയിരിക്കുന്നത്. കെ പി സുരേഷ്, ഇന്ന് രാവിലെ 2 തവണയാണ് പോലീസ് ഈ കഴക്കൂട്ടത്തെ വീട്ടിലെത്തി ബന്ധുക്കളുമായി, അതായത് പിതാവിനോടും മാതാവിനോടും സംസാരിക്കുകയുണ്ടായി. ആദ്യം എത്തിപ്പോയതിനു ശേഷം പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് വീണ്ടും എത്തിയത്. 3 അംഗ സംഘം അടങ്ങുന്ന 2ാം ഘട്ട പോലീസാണ് എത്തി വിവരങ്ങൾ ആരാഞ്ഞു. അതായത് പ്രധാനമായിട്ടും വീട്ടുകാരിൽ നിന്ന്, അച്ഛനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയത് ഇവരുടെ മകൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നുണ്ട്. 18 വയസ്സുള്ള മകനാണ്. ചെന്നൈയിൽ ഒരു റിസോർട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ മകൻ്റെ വിവരങ്ങളാണ്, അതായത് റിസോർട്ടിൽ താമസിക്കുന്ന വിവരങ്ങളും ഫോൺ നമ്പറും അടക്കമുള്ള വിവരങ്ങളാണ് പോലീസ് രണ്ടാമതായി ചോദിച്ചറിഞ്ഞത്. അതായത് ഈ ചെന്നൈയിലേക്ക് പോകാനുള്ളൊരു സാധ്യത കൂടി പോലീസ് ഇപ്പോൾ നോക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് ചിലപ്പോൾ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നൊരു ഒരു സാധ്യത കൂടി പോലീസ് ആരായുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചെന്നൈയിലേക്കുള്ള ട്രെയിനുകളടക്കം പരിശോധിക്കാനൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചെന്നൈയിൽ എത്തുന്ന ട്രെയിനുകളുടെയും നിരീക്ഷിക്കാനും ഒരു നിർദ്ദേശം നൽകിയതായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ഈ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയെല്ലാം പല സ്ഥലങ്ങളിലെല്ലാം അന്വേഷണം നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ പോലീസും അറിയിക്കുന്നത്. ഇപ്പോൾ കന്യാകുമാരിയിൽ ആദ്യം ഒരു കുട്ടിയെ കണ്ടതായി ഒരു ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അതിൽ വേണ്ടത്ര വിശ്വാസ്യതയില്ല എന്ന അടിസ്ഥാനത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് നേരത്തെ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളാണെന്നൊരു കണ്ടെത്തൽ കൂടി പോലീസിന്റെ ഭാഗത്തുണ്ടായതോടുകൂടി ആ മൊഴിയെ കാര്യമായി എടുത്തില്ല. മറിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങൾ, കുട്ടി അവിടെ ഇറങ്ങിയതായിട്ടുള്ള, അതായത് റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റു പരിസരങ്ങളിലോ ഇറങ്ങിയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ദൃശ്യങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. മാത്രമല്ല, മറ്റ് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കാമെന്നടക്കമുള്ള വിവരങ്ങളും പോലീസ് ഇപ്പോൾ നോക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മണിക്കൂറുകൾ പിന്നിടുന്നതിൽ വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. ഏകദേശം ഇപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു 24 മണിക്കൂറാണ് പിന്നിടുന്നത്. 12:15 ചെന്നൈയിലേക്കുള്ള ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിൻ ഉണ്ടായിരുന്നത്. ആ ട്രെയിനിൽ കയറിയെന്നുള്ള വിവരങ്ങളാണ് പിന്നീട് ഏറ്റവും അവസാനമായി പുറത്തു വരികയും ഒരു ചിത്രമടക്കം ഒരു യാത്രക്കാരി പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. അങ്ങനെ ആദ്യഘട്ട സംഘം ഇന്ന് രാവിലെയോട് കൂടി കന്യാകുമാരിയിലെത്തിയും പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്ന് ട്രെയിനുകളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും എല്ലാം അന്വേഷണം നടത്തി. മാത്രമല്ല, ഓട്ടോ ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉള്ളവരുമായെല്ലാം പോലീസ് ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തിയതായാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ സമഗ്രമായ രീതിയിൽ ഒരു അന്വേഷണം സമഗ്രമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രശാന്തിലേക്ക് എത്താം.